ശരിയായ രീതിയിൽ ശരിയായ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ, ശരിയായ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓർഗാനിക്കായിട്ട് തന്നെ നമുക്ക് ഫോളോവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. യെസ്, പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്കൗട്ട് ആകും എന്ന് കൺഫേം ചെയ്ത 5 സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ വീഡിയോയുടെ അവസാനം ഒരു സ്പെഷ്യൽ ടിപ്പ് കൂടെയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ജെന്യുവൻ ആയിട്ട് വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ വീഡിയോ അവസാനം വരെ കാണുക. ആൻഡ് അവസാനം പറയുന്ന ആ സ്പെഷ്യൽ ടിപ്പ് കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ അക്കൗണ്ടിന് ഇഷ്യൂസ് ഒന്നും വരാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ ജനറേറ്റ് ചെയ്യുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ പെയ്ഡ് ഫോളോവേഴ്സിനെ വാങ്ങിയിട്ടും നമുക്ക് യൂസ് ഒന്നുമില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എൻഗേജിങ് ആയിട്ടുള്ള ഒരു ലോയൽ ഓഡിയൻസിന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഈ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന് കിട്ടിയിട്ട് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും. സോ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഓൺലൈൻ വഴി ഏൺ ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഐകാർഡിലെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ചാനലിൽ ഡയറക്റ്റ് കയറി വീഡിയോസ് സെർച്ച് ചെയ്യാവുന്നതാണ്. സോ ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നു. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ജനറേറ്റ് ആയി എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്കൊരു സൈഡ് ഇൻകം, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് കൂടിയാണ് ഇൻസ്റ്റാഗ്രാം. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ജനറേറ്റ് ചെയ്തിട്ട് യൂസ് ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ജനറേറ്റ് ചെയ്ത് ഒരു ലോയൽ ഫോളോവേഴ്സ്, ഒരു ലോയൽ ഓഡിയൻസ് ജനറേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ അതെന്തായാലും ബെനിഫിറ്റാണ്. സോ ഏതൊക്കെ സ്ട്രാറ്റജി ഫോളോ ചെയ്താലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ്. ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീഡിയ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ക്രിയേറ്റേഴ്സിന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ. ഒട്ടനവധി ക്രിയേറ്റേഴ്സ് സോഷ്യൽ മീഡിയാസിൽ അവരുടേതായ ഫുട് പ്രിൻറ്റ്സ് പതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ അവർ അതിൽ നിന്നിട്ടും ഏണിങ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ്, ഹൈ ക്വാളിറ്റി എൻഗേജിങ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രമേ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റിൽ കൂടുതൽ എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ പോസ്റ്റ് റീച്ച് ആവുക. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയും പോയി കാണുക. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ അൽഗോരിതം ബേസ് ചെയ്തിട്ട് കൂടുതൽ എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റുകളായിരിക്കും ഇൻസ്റ്റാഗ്രാം പ്രൊമോട്ട് ചെയ്യുക. സോ ഓർഗാനിക്കായിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എൻഗേജ്മെൻ്റ് ആവശ്യമാണ്. സോ അതിന് തന്നെയാണ് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ആളുകൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ഉണ്ടാവും, ബട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ക്വാളിറ്റി കുറഞ്ഞു പോവുക. സോ അങ്ങനെ ഇഷ്യൂസും വരാറുണ്ട്. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഐകാർഡിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം, പോയി കാണുക. സോ ഫസ്റ്റ് സ്ട്രാറ്റജി ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. സോ എന്നാൽ മാത്രമേ നമുക്ക് യൂസേഴ്സിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ രണ്ടാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സ്ട്രാറ്റജിയിൽ ഹാഷ്ടാഗിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. യൂസ് റിലവൻറ്റ് ഹാഷ്ടാഗ്. നമുക്ക് ആവശ്യമുള്ള ഹാഷ്ടാഗ് മാത്രം യൂസ് ചെയ്യുക. ഒരു ബന്ധമില്ലാത്ത ഹാഷ്ടാഗ് ഒന്നും യൂസ് ചെയ്യരുത്. കണ്ടന്റിന് മാച്ച് ആകുന്ന ഹാഷ്ടാഗ് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് എന്താണ് പ്രയോജനം, ഹാഷ്ടാഗിൽ എന്താണ് ഇത്ര വലിയ കാര്യമുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹാഷ്ടാഗിൽ കാര്യമുണ്ട്. കാരണം ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റുകൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫുഡിൻ്റെ വീഡിയോ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ സെർച്ച് റിസൾട്ടിൽ ഹാഷ്ടാഗിൻ്റെ ഓപ്ഷൻസും കൂടി വരും. ടാഗ്സിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ ടാഗ് യൂസ് ചെയ്ത എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും, എല്ലാ പോസ്റ്റും കാണാൻ പറ്റും. സോ ഹാഷ്ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓർഗാനിക്കായിട്ട് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹാഷ്ടാഗും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം ഹാഷ്ടാഗ് യൂസ് ചെയ്യുക. അപ് ടു 30 ഹാഷ്ടാഗ് വരെ ഇൻസ്റ്റാഗ്രാം അലൗ ചെയ്യുന്നുണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഐ റിപ്പീറ്റ്, കണ്ടന്റിന് മാച്ച് ആയിട്ടുള്ള ഹാഷ്ടാഗ് മാത്രം യൂസ് ചെയ്യുക. സോ എന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു റീച്ച് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു റിലവൻ്റ് അല്ലാത്ത ഹാഷ്ടാഗ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഫുഡിൻ്റെ വീഡിയോ അന്വേഷിച്ച് വരുന്ന ആൾ ഒരിക്കലും ഫാഷൻ്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞു വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യില്ല. സോ ഹാഷ്ടാഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത സ്ട്രാറ്റജി, മൂന്നാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം.
ഇൻട്രാക്ട് വിത്ത് യുവർ ഫോളോവേഴ്സ്. നിങ്ങളുടെ ഫോളോവേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റിന് താഴെ കമൻറ്റ് ഇടുന്ന ഓരോ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുക. ഓർ നിങ്ങളുടെ ഫോളോവേഴ്സ്, നിങ്ങൾ തിരിച്ച് ഫോളോ ചെയ്യുന്ന ആളുകളുടെ പോസ്റ്റിന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അങ്ങനെയെല്ലാം ഓഡിയൻസുമായിട്ട് എൻഗേജ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ അവർക്കും തിരിച്ചും എൻഗേജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒരാളോട് പോയിട്ട് സംസാരിക്കുമ്പോഴാണ് ആ വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ തിരിച്ചു വന്ന് സംസാരിക്കുള്ളൂ. സോ ഹ്യൂമൻ സൈക്കോളജി അനുസരിച്ചിട്ട് നമ്മളെ എൻഗേജ് ചെയ്യുമ്പോഴായിരിക്കും തിരിച്ചും എൻഗേജ് ചെയ്യാനുള്ള ടെൻഡൻസി ക്രിയേറ്റ് ആവുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻഗേജ്മെൻറ്റ് ക്രിയേറ്റ് ആവുമ്പോഴാണ് നമ്മുടെ പോസ്റ്റ് സ്പ്രെഡ് ആവുക. സോ ഇൻട്രാക്ട് വിത്ത് ഫോളോവേഴ്സ്. സോ ഈ സ്ട്രാറ്റജി എന്തായാലും വർക്കൗട്ട് ആവുന്നതാണ്. പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് 100% റിസൾട്ട് കിട്ടിയ ഒരു സ്ട്രാറ്റജിയാണ്. ഇനി നാലാമത്തെ സ്ട്രാറ്റജി എന്താണെന്ന് നോക്കാം. സോ നാലാമത്തെ സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം യൂസേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേറ്റ് ചെയ്യണതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു 2000 ഫോളോവേഴ്സാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. വേറെ ഞാൻ കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂസറിന് 4000 ഫോളോവേഴ്സ് ഉണ്ടെന്ന് വയ്ക്കുക. എൻ്റെ ഫോളോവേഴ്സ് ഈ 2000 പേർക്ക് ഞാൻ കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസറിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. സോ അതുപോലെ തന്നെ ഞാൻ കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച യൂസറിൻ്റെ ഫോളോവേഴ്സായ 4000 പേര്, അവർക്കും എന്നെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. സോ നമ്മൾ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഫോളോവേഴ്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആളിനെ കുറിച്ച് അറിയാൻ പറ്റും. ആൻഡ് അവരുടെ ഫോളോവേഴ്സിന്, അതായത് ആ 4000 ഫോളോവേഴ്സിന് എന്നെക്കുറിച്ചും അറിയാൻ പറ്റും. നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാരിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ എത്തപ്പെടും. ഇതാണ് കൊളാബറേഷൻ കൊണ്ടുള്ള ബെനിഫിറ്റ്. സോ ഇത് തന്നെയാണ് ബ്രാൻഡ്സും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള കാരണം. സെയിം ഫീൽഡിലുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫുഡ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്റ്റാഗ്രാം യൂസറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മളെ അറിയാത്ത ഒരു വൈഡ് ഓഡിയൻസിലേക്ക് നമ്മൾ എത്തപ്പെടും. സോ ഇനി 5th സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ 5ാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പോസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ മാത്രമേ നമ്മുടെ പേജ് ഗ്രോ ചെയ്യുള്ളൂ, നമ്മുടെ ഫോളോവേഴ്സും ഗ്രോ ചെയ്യുള്ളൂ. സോ വെറുതെ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, കറൻ്റ്ലി ഉള്ള ഫോളോവേഴ്സ് എപ്പോഴാണോ ആക്റ്റീവായിട്ടിരിക്കുന്നത് ആ ടൈം നമ്മൾ കണ്ടുപിടിച്ച് പോസ്റ്റ് അപ്ലോഡ് ചെയ്യണം. സോ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയി എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ഏത് ടൈമിലാണ് എപ്പോഴൊക്കെയാണ് യൂസേഴ്സ് ആക്റ്റീവായിട്ട് വരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ആ ടൈമിൽ നോക്കിയിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മന്ത്ലി ഒരു 2 or 3 days പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീക്കിലി 3 to 4 days പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും തമ്മിൽ നോക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാവും. പോസ്റ്റ് എൻഗേജ്മെൻറ്റിൻ്റെ കേസ് ആയാലും പേജ് ഗ്രോത്തിൻ്റെ കേസ് ആണെങ്കിലും എല്ലാത്തിലും ഒരു പടി മുന്നിൽ തന്നെ ആയിരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ലോയൽ ഓഡിയൻസിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക, അതും കറൻ്റ്ലി നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്ന ഫോളോവേഴ്സ് ഏത് ടൈമിലാണോ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ ടൈം നോക്കിയിട്ട് പോസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയുടെ അവസാനമാകുമ്പോൾ ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിയും കൂടി പറയാമെന്ന്. സോ ടൈം ആയിരിക്കുകയാണ്. സോ നമ്മൾ 5 സ്ട്രാറ്റജിയും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ 5 ടിപ്പും ഓർഗാനിക്കായിട്ട് നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ട്രാറ്റജീസാണ്. സോ ഈ സ്ട്രാറ്റജീസ് തന്നെയാണ് വലിയ ബിഗ് ബ്രാൻഡ്സ് പോലും ഫോളോ ചെയ്യുന്നത്. സോ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ഹ്യൂജ് ഫോളോവേഴ്സിനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു സ്പെഷ്യൽ ടിപ്പായിട്ട് പറയാൻ പോകുന്ന സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആഡ് റൺ ചെയ്യുക. സോ ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഓപ്ഷനാണ് ഇൻസ്റ്റാഗ്രാം ആഡ്. ഡെയിലി ലൈഫിൽ ഇൻസ്റ്റാഗ്രാം ആഡ്സ് നമ്മൾ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷൂസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യണം, ഓർ ഇ-കോമേഴ്സ് സൈറ്റിലോ പോയിട്ട് ഒരു ഷൂസിനെ കുറിച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യണം. നെക്സ്റ്റ് മിനിറ്റിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ഷൂസിൻ്റെ ആഡ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇൻസ്റ്റാഗ്രാം ആഡ്. സോ ഇൻസ്റ്റാഗ്രാം ആഡ് എന്ന് പറയുമ്പോൾ പെയ്ഡ് ആഡ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓപ്ഷണൽ എന്ന് പറയാൻ കാരണം. ഏറ്റവും പെട്ടെന്ന് ഹ്യൂജ് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. ഈ 6 ടിപ്പ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടും.
സോ നിങ്ങൾ ഈ 6 ടിപ്പ് അല്ലാതെ, ഈ 6 സ്ട്രാറ്റജി അല്ലാതെ നിങ്ങൾ സ്പെഷ്യലായിട്ട് വല്ല സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സ്ട്രാറ്റജി എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അത് ഞാൻ പിൻ ചെയ്തും വയ്ക്കാം. ആൻഡ് ഇതുവരെ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ. യു ആർ വാച്ചിങ് ടെക്കർ. ബൈ ബൈ.